നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിന് ഇരകളാകുന്നവരെയും നഷ്ടം സംഭവിക്കുന്നവരെയും ചേർത്തു നിർത്തുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഇലഞ്ഞി നെല്ലൂരുപാറ PWD റോഡ് വികസനത്തിന്റെ ഭാഗമായി വീട് നഷ്ടമായ കുടുംബത്തിനുള്ള ധനസഹായ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പിറവത്തെ ഇലഞ്ഞി നെല്ലൂരുപാറ PWD റോഡ് വികസനത്തിന്റെ ഭാഗമായി കാലാനിമറ്റം ജംഗ്ഷനിൽ വീട് നഷ്ടമായ കുടുംബത്തിനുള്ള ധനസഹായ വിതരണ ചടങ്ങ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആൾക്കാർ സൗജന്യമായ സ്ഥലം തരുന്നതനുസരിച്ച് കാലാനിമറ്റത്തേക്കുള്ള റോഡ് ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഈ ഒരു കുടുംബത്തിന്റെ പ്രശ്നം അവിടെ ഉടലെടുത്തു. ആ കുടുംബത്തിന്റെ പ്രശ്നം ഉടലെടുത്തപ്പോൾ ആ കുടുംബത്തിനെ ഒഴിപ്പിക്കുക എന്നുള്ളത് ആവശ്യമായി വന്നു. എന്നാൽ വികസന കാര്യങ്ങൾ ഒരു മാനുഷിക പരിഗണന കൊടുക്കണമെന്ന ഒരു ചിന്തയാണ് എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ മനസ്സിൽ കടന്നു വന്നിരുന്നത്. അത് സ്വാഭാവികമായിട്ടും അവരെ ഇപ്പോൾ അത് പുറമ്പോക്കാണോ എന്ന് അളന്ന് തിട്ടപ്പെടുത്തി അങ്ങനെ നടപടികളെടുത്ത് ഒഴിപ്പിക്കുക എന്നുള്ളതല്ല. പകരം അവരെ പുനരധിവസിപ്പിച്ച് അവർക്ക് വളരെ കൃത്യമായ നിലയിൽ അവർക്കൊരു സുരക്ഷിത ഭവനം ലഭ്യമാക്കി മാത്രം റോഡിൻ്റെ വികസനത്തിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു കടന്നു വന്നത്. റോഡ് ബാക്കിയെല്ലാം പൂർത്തിയാക്കി ആ ഒരു കഷ്ണം മാത്രം അവിടെ നിലനിന്നു, ആ വീട് മാത്രം. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിന് ഇരകളാകുന്നവരെയും നഷ്ടം സംഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് ജോണി അരിക്കാട്ടേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ഷിബു മുഖ്യപ്രഭാഷണം നടത്തി. മുത്തോലവരം സഹകരണ ബാങ്കിന്റെ സംഘത്തിന്റെ ആ ഒരു ജനക്ഷേമ തൽപരതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന് ഏറ്റവും നമുക്ക് ഗുണം ചെയ്ത് നമ്മുടെ ലൂക്കോസ് ചേട്ടൻ്റെ വിജയ ലൂക്കോസ് വെള്ളാമത്തലത്തിൻ്റെ ഇടപെടലാണ്. അദ്ദേഹം സൗജന്യമായി സ്ഥലം തന്നത് നമുക്ക് ഈ പദ്ധതി പൂർത്തീകരണത്തിന് വളരെ സുഗമമാക്കി നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. 2 വർഷങ്ങൾക്ക് മുൻപ് MLA അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് പുനരധിവാസം മുഖ്യ ചർച്ചയായത്. അന്ന് യോഗത്തിൽ പങ്കെടുത്ത മുത്തോലപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോണി അരിക്കാട്ടേൽ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപയും വിജയ ലൂക്കോസ് വെള്ളാമത്തടത്തിൽ വീട് വെക്കുന്നതിനായി 3.5 സെന്റ് സ്ഥലം സൗജന്യമായും വാഗ്ദാനം ചെയ്തിരുന്നു. ഈ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അന്ന് പ്രഖ്യാപിച്ച തുകയുടെ ആദ്യ ഗഡുവാണ് ചടങ്ങിൽ മന്ത്രി കൈമാറിയത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് മാത്യു ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബാങ്ക് മുൻ പ്രസിഡന്റുമായ MT ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡിൻസി ജോജി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മോളി എബ്രഹാം, സുരേഷ് നാണുകുട്ടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോയിസ് മാമ്പിള്ളി, മോളി ആന്റണി, മാജി സന്തോഷ്, മത്തായി കുഞ്ഞ്, PV സാജു, സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബിജുമോൻ ജോസഫ്, PK ജോസ്, ചാക്കപ്പൻ PM, ടെസി സിറേഖ്, AJ ജോസഫ്, ദീപ സാലോ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രീതി അനിൽ, ഡയറക്ടർ ബോർഡ് അംഗം KJ മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കിന്റെ പൊതുയോഗം കൂടി തീരുമാനമെടുത്ത് നമ്മൾ കൊടുത്തെങ്കിലും നിർഭാഗ്യവശാൽ നമുക്കറിയാം ഇതിനു മുമ്പുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ അനാസ്ഥ മൂലം അത് ഈ ഗവൺമെന്റ് വരേണ്ടി വന്നു. ഇപ്പം നമുക്ക് അതിന് അനുവാദം കിട്ടി. വികസനത്തിന് അതിൻ്റെ പേരിൽ ഇരകളാകുന്നവർക്ക് എപ്പോഴും കൈത്താങ്ങായിട്ട് പൊതുപ്രസ്ഥാനങ്ങൾ ഉണ്ടാവും എന്ന ഗവൺമെന്റിന്റെ നയം അത് നമ്മൾ അതിനു മുമ്പ് തന്നെ ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. നമ്മുടെ സഹകരണ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപ 4 ഗഡുക്കളായിട്ട്. ന്യൂസ് ബ്യൂറോ, പിറവം. സ്നേഹം പൊന്നണിയട്ടെ. 7's ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.